കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 നടന്നുകൊണ്ടിരിക്കുകയാണ്. STD 2 കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ മുതൽ ഇൻ്റഗ്രേഷൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഉദ്ഗ്രഥനം ഡേ 1, ഡേ 2, ഡേ 3 ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങളായി നമുക്ക് പരിശീലിക്കാം. ഓണപരീക്ഷയ്ക്കായുള്ള മാതൃകാ ചോദ്യങ്ങൾ പരിശീലനം. ടീച്ചർ ഇവിടെ നിങ്ങൾ ആദ്യം പഠിപ്പിക്കും. പഠിപ്പിച്ച ശേഷം എക്സാമിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം വർക്കായിട്ട് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വർക്ക് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ എന്താണ് ടീച്ചർ നിങ്ങൾ ചെയ്തത് കാണിച്ചു തരണം. ഓക്കെ, വേഗത്തിലിരുന്ന് എഴുതണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാം. ഇത് കഴിഞ്ഞ് ടീച്ചർ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ഇരുന്ന് എഴുതണം. വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാം. വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാം? ഒന്നാമത്തെ കാര്യം, വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക. മുറ്റമടിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാ. നമ്മൾ വീട് മാത്രം ചെയ്താൽ മതിയോ? ഇല്ല, വീടിന് മുറ്റമില്ലേ, ചെയ്യണം. അപ്പോൾ വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കിയിടുക. വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക. അപ്പോൾ ഒരാൾ വന്നാൽ വീട് കൊള്ളാം, പരിസരം കൊള്ളാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താ? വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? അടുക്കള എന്നും തുടച്ച് വൃത്തിയാക്കുക. അടുക്കളയിലല്ലേ ആഹാരം ഉണ്ടാക്കുന്നത്, അവിടെ എപ്പോഴും എന്ത് ചെയ്യും? പെട്ടെന്ന് വൃത്തികേടാവും അല്ലേ. അതിനാൽ അടുക്കള എന്നും തുടച്ച് വൃത്തിയാക്കുക. മൂന്നാമത് എന്താ? എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കുക. മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കില്ലേ, ആഹാരം കഴിക്കില്ലേ, ആ പാത്രങ്ങൾ, അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ അവിടെ ഇട്ടിട്ട് പോയാലോ രാത്രി പാറ്റ വരും, പല്ലി വരും, അതൊക്കെ വന്ന് എലി വരും. ഇതൊക്കെ വന്ന് എന്ത് ചെയ്യും? ആ പാത്രങ്ങളൊക്കെ വൃത്തികേടാക്കുമല്ലേ. അതിനാൽ എന്ത് ചെയ്യണം? എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കുക. അത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തുണികൾ എന്ത് ചെയ്യണം? പകൽ സൂര്യപ്രകാശത്തിൽ ഉണക്കണം. തുണികൾ പകൽ സൂര്യപ്രകാശത്തിൽ ഉണക്കുക. അപ്പോൾ എന്താ, അതിൻ്റെ ഒരു മണമൊന്നും മോശം മണമൊന്നും ആ വീടിനുള്ളിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ തുണികൾ പകൽ സൂര്യപ്രകാശത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഉണക്കണം. തുണികൾ പകൽ സൂര്യപ്രകാശത്തിൽ ഉണക്കുക. വീടിനുള്ളിൽ സാധനങ്ങൾ ഒന്നും വാരി വലിച്ചിടരുത്. ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഇനി ചെയ്യോ? വീടിനുള്ളിൽ സാധനങ്ങൾ ഒന്നും വാരി വലിച്ചിടരുത്. എത്ര പേരിങ്ങനെ ചെയ്യാറുണ്ട്? കൈ ഉയർത്തിയെ നോക്കട്ടെ ടീച്ചർ. വീടിനുള്ളിൽ സാധനങ്ങൾ വാരി വലിച്ചിടുന്ന എത്ര പേരുണ്ട്? ടോയ്സ്, ബുക്സ്, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻ, പെൻസിൽ, എറേസർ, സ്കെയിൽ, നിങ്ങളുടെ ഡ്രസ്, അതൊക്കെ നിങ്ങൾ വാരി വലിച്ചിടുവോ? ഇല്ല. അങ്ങനെയുള്ളവർ ബാഡ് ബോയ്സ്, ബാഡ് ഗേൾസ്. നിങ്ങൾ ഗുഡ് ബോയ്സും ഗുഡ് ഗേൾസും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വീടിനുള്ളിൽ സാധനങ്ങളൊന്നും വാരി വലിച്ചിടാൻ പാടില്ല, വാരി വലിച്ചിടരുത്. എല്ലാം അടുക്കി വെക്കണം. നിങ്ങളുടെ ബുക്കായിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബോക്സിനുള്ളിലെ സാധനങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, വീട്ടിനുള്ളിലെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം? തറയിൽ വീണ് കിടക്കുന്നത് കണ്ടാലൊക്കെ എടുത്ത് നിങ്ങൾ അടുക്കി വെക്കുക. ടേബിളിന് മുകളിൽ ബുക്കുകളെല്ലാം ഇങ്ങനെ വാരി വലിച്ചിടരുത്, എല്ലാം അടുക്കി വയ്ക്കുക. എന്ത് ചെയ്യണം? എല്ലാം അടുക്കി വയ്ക്കണം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് വൃത്തിയായിരിക്കും അല്ലേ. അപ്പോൾ വീട് വൃത്തിയായിരിക്കാൻ ടീച്ചർ ഇവിടെ 7 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? ആദ്യം പറഞ്ഞ കാര്യം, വീടും പരിസരവും
തൂത്ത് വൃത്തിയാക്കുക. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കുക. രണ്ടാമത്തെ കാര്യം ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, അടുക്കള എന്നും തുടച്ച് വൃത്തിയാക്കുക. അടുക്കള എന്നും തുടച്ച് വൃത്തിയാക്കുക. മൂന്നാമത്തെ കാര്യം ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ തന്നെ കഴുകി അടുക്കി വയ്ക്കുക. നാലാമത്തെ കാര്യം പറഞ്ഞേ, തുണികൾ പകൽ സൂര്യപ്രകാശത്തിൽ ഉണക്കുക. അഞ്ചാമത്തെ കാര്യോ, വീടിനുള്ളിൽ സാധനങ്ങളൊന്നും വാരി വലിച്ചിടരുത്. ആറാമത്തെ കാര്യം, എല്ലാം അടുക്കി വയ്ക്കുക. ഏഴാമത്തെ കാര്യം, മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൃത്യമായി കഴുകി അടുക്കി വയ്ക്കുക. ഓക്കെ, മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയല്ലേ നിങ്ങൾ? ഇനി ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം എഴുതി വെക്കുമോ? വേഗത്തിൽ എഴുതുമോ? ഓക്കെ, നിങ്ങൾ ഉത്തരം എഴുതിയ ശേഷം നിങ്ങളുടെ പാരന്റിന്റെ കയ്യിൽ കൊടുക്കുക. ടിക്ക് മാർക്ക് മേടിക്കുക കേട്ടോ, ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ, ചോദ്യം, നിങ്ങൾക്കുള്ള ചോദ്യം, നിങ്ങളുടെ വീട് വൃത്തിയായിരിക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ എഴുതുക. ചോദ്യം എന്താ? നിങ്ങളുടെ വീട് വൃത്തിയായിരിക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ എഴുതുക. 1, 2, 3 3 കാര്യങ്ങൾ വേണം. നിങ്ങളുടെ വീട് വൃത്തിയായിരിക്കുവാൻ നിങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങളുടെ അമ്മ ചെയ്യുന്നതോ നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നതോ നിങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ വീട് വൃത്തിയായിരിക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ എഴുതുക. വേഗത്തിൽ എഴുതിയേ. നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തവരാണ് എങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ, നിങ്ങൾ തീരുമാനമെടുത്ത 3 കാര്യങ്ങൾ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.